എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് NIOS +2 വിദ്യാർത്ഥികളുടെ കോഡ് നമ്പർ 343 മലയാളം വിഷയത്തിൻ്റെ ഒരു മാതൃക ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2024 ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള NIOS +2 വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ NIOSൽ പുതിയതായി അഡ്മിഷൻ എടുക്കുന്ന +2 വിദ്യാർത്ഥികളും ഫോളോ അപ്പ് ചെയ്തു പോകേണ്ട ഒരു മാതൃക ചോദ്യപേപ്പറാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ NIOS +2 വിദ്യാർത്ഥികളുടെ മലയാളം വിഷയത്തിൻ്റെ ചോദ്യപേപ്പറിൽ ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് MCQ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും. MCQ ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ എന്താണ്, ഒരു ചോദ്യം തന്നിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക അല്ലേ. ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചോദ്യപേപ്പർ ആയിരിക്കും നിങ്ങളുടെ മലയാളം സബ്ജക്റ്റിൻ്റേത്. മലയാളം വിഷയത്തിൻ്റെ MCQ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഓരോ ചോദ്യത്തിനും ശരിയായ ഉത്തരം നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതമായിരിക്കും ലഭിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാമേ. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: കുഞ്ചൻ നമ്പ്യാർ പുരാണ കഥകളെ തുള്ളലിലൂടെ പുനരാവിഷ്കരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഓപ്ഷൻ എ, ഭക്തിഭാവം വർദ്ധിപ്പിക്കാൻ. ഓപ്ഷൻ ബി, നാട്ടിലെ അരക്ഷിതാവസ്ഥ മറികടക്കാൻ. ഓപ്ഷൻ സി, രാജാക്കന്മാരെ സ്തുതിക്കാൻ. ഓപ്ഷൻ ഡി, കലകൾ പ്രചരിപ്പിക്കാൻ. ഏതാണ് ശരി? ഓപ്ഷൻ ബി, നാട്ടിലെ അരക്ഷിതാവസ്ഥ മറികടക്കാൻ. ഇതാണ് ശരിയായ ഉത്തരം അല്ലേ. നാട്ടിലെ അരക്ഷിതാവസ്ഥ മറികടക്കാനാണ് കുഞ്ചൻ നമ്പ്യാർ പുരാണ കഥകളെ തുള്ളലിലൂടെ പുനരാവിഷ്കരിച്ചത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. ശ്രീ ഭഗവതി എന്ന കഥയിൽ വൈകി എത്തിയ കഥാനായകനോട് കൊച്ചിനെ ഉണർത്തണ്ട എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻ എ, വേലക്കാരി. ഓപ്ഷൻ ബി, മകൾ. ഓപ്ഷൻ സി, ബന്ധു. ഓപ്ഷൻ ഡി, ഭാര്യ. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി, ഭാര്യയാണ് ശരിയായ ഉത്തരം അല്ലേ. ശ്രീ ഭഗവതി എന്ന കഥയിൽ വൈകി എത്തിയ കഥാനായകനോട് കൊച്ചിനെ ഉണർത്തണ്ട എന്ന് പറഞ്ഞത് ഭാര്യയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ഉതുപ്പാൻ്റെ മരണം പ്രകൃതിയിൽ പ്രതിഫലിച്ചത് എങ്ങനെ? എന്താണ്? ഉതുപ്പാൻ്റെ മരണം പ്രകൃതിയിൽ പ്രതിഫലിച്ചതെങ്ങനെ? ഓപ്ഷൻ എ, ചന്ദ്രൻ്റെ മുഖം വിളറി. ഓപ്ഷൻ ബി, പള്ളിമണിയുടെ നാദം മുഴങ്ങി. ഓപ്ഷൻ സി, പക്ഷികൾ കൂട്ടത്തോടെ പറന്നു. ഓപ്ഷൻ ഡി, കിണറ്റിൽ ഓളങ്ങളുണ്ടായി. ഏതാണ് ശരിയായ ഉത്തരം? ചന്ദ്രൻ്റെ മുഖം വിളറി അല്ലേ. ഉതുപ്പാൻ്റെ മരണം പ്രകൃതിയിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ചന്ദ്രൻ്റെ മുഖം വിളറി അല്ലേ. ചന്ദ്രൻ്റെ മുഖം വിളറിയാണ് ആ ഒരു ഉതുപ്പാൻ്റെ മരണം പ്രകൃതിയിൽ ഇങ്ങനെ പ്രതിഫലിച്ചു നിന്നത്. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം നോക്കിക്കേ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. ഓപ്ഷൻ ഡി, മഹാത്മാഗാന്ധി. ആരുടെയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആത്മകഥ? ഓപ്ഷൻ ഡി, മഹാത്മാഗാന്ധിയുടെയാണല്ലേ. മഹാത്മാഗാന്ധിയുടെയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആത്മകഥ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. മകനെ കാണാൻ ആശുപത്രിയിൽ വരരുത് എന്ന് ഡോക്ടറുടെ നിർദ്ദേശം കേട്ട് എന്തും സമ്മതിക്കുന്ന തരത്തിൽ തളർന്നിരുന്നത് ആര്? ചോദ്യം ഒന്നുകൂടെ പറയാം. മകനെ കാണാൻ ആശുപത്രിയിൽ വരരുത് എന്ന് ഡോക്ടറുടെ നിർദ്ദേശം കേട്ട് എന്തും സമ്മതിക്കുന്ന തരത്തിൽ തളർന്നിരുന്നത് ആര്? ഓപ്ഷൻ എ, മനോജിൻ്റെ അച്ഛൻ. ഓപ്ഷൻ ബി, മനോജിൻ്റെ മുത്തച്ഛൻ. ഓപ്ഷൻ സി, മനോജിൻ്റെ അമ്മ.
ഓപ്ഷൻ ഡി മനോജിൻ്റെ അടുത്ത ബന്ധു. ആരാണ് ആശുപത്രിയിൽ മകനെ കാണാൻ വരരുതെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും അതായത് ഡോക്ടർ എന്ത് പറഞ്ഞാലും അത് കേൾക്കാം എന്നുള്ള രീതി സമ്മതിക്കുന്ന ആ ഒരു രീതിയിൽ തളർന്നിരുന്നത് ആരായിരിക്കും? മനോജിൻ്റെ അമ്മയാണ് അല്ലേ? ഓപ്ഷൻ സി മനോജിൻ്റെ അമ്മ അല്ലേ? മകനെ കാണാൻ ആശുപത്രിയിൽ വരരുതെന്ന് ഡോക്ടറുടെ നിർദ്ദേശം കേട്ടിട്ടും എന്ത് സമ്മതിക്കുന്ന തരത്തിൽ തളർന്നിരുന്ന ആരാണ്? മനോജിൻ്റെ അമ്മയാണ്. അപ്പം ഓപ്ഷൻ സി ആണ് അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. 6ാമത്തെ ചോദ്യമാണ്. കർണപർവം എന്ന കഥയിലെ നായകനായ സെബാസ്റ്റ്യൻ 20 വർഷമായി കൊണ്ടു നടന്നിരുന്ന നാടക സംഘം പിരിച്ചുവിട്ടത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ കാണികൾ കുറഞ്ഞതോടെ, ഓപ്ഷൻ ബി അവിചാരിതമായി സംഭവിച്ച അപകടത്തെ തുടർന്ന്, ഓപ്ഷൻ സി നാടകത്തിന് ബുക്കിംഗ് കുറഞ്ഞതിനാൽ, ഓപ്ഷൻ ഡി നടന്മാർ പിരിഞ്ഞു പോയതിനാൽ. ഏതായിരിക്കും ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി അവിചാരിതമായി സംഭവിച്ച അപകടത്തെ തുടർന്നാണ് കർണപർവം എന്ന കഥയിലെ നായകനായ സെബാസ്റ്റ്യൻ 20 വർഷമായി കൊണ്ടു നടന്നിരുന്ന നാടക സംഘം പിരിച്ചുവിട്ടത്. ഓക്കെ, അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. കാലനില്ലാതായതോടെ നാടുവാഴിക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? കാലനില്ലാതായതോടെ നാടുവാഴിക്ക് നഷ്ടപ്പെട്ടതെന്ത്? ഓപ്ഷൻ എ ഭരണം, ഓപ്ഷൻ ബി സമ്പത്ത്, ഓപ്ഷൻ സി അധികാരം, ഓപ്ഷൻ ഡി അംഗവും ചുങ്കവും കപ്പവും. ഏതായിരിക്കും ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി അംഗവും ചുങ്കവും കപ്പവുമാണ് കാലനില്ലാതായതോടെ നാടുവാഴിക്ക് നഷ്ടപ്പെട്ടത്. ഓക്കെ, അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. 8ാമത്തെ ചോദ്യം നോക്കിക്കേ. റോമൻ സംസ്കാരം ഉച്ചനില പ്രാപിച്ചത് ആരുടെ കാലത്താണ്? എന്താണ്? റോമൻ സംസ്കാരം ഉച്ചനില പ്രാപിച്ചത് ആരുടെ കാലത്താണ്? നോക്കിക്കേ. ഓപ്ഷൻ എ അഗസ്റ്റസിൻ്റെ കാലത്ത്, ഓപ്ഷൻ ബി അന്റോണിയസ് പയസിൻ്റെ കാലത്ത്, ഓപ്ഷൻ സി ക്ലാഡിയസിൻ്റെ കാലത്ത്, ഓപ്ഷൻ ഡി ജൂലിയസ് സീസറിൻ്റെ കാലത്ത്. ആരുടെ കാലത്താണ് റോമൻ സംസ്കാരം ഉച്ചനില പ്രാപിച്ചത്? ഓപ്ഷൻ എ അഗസ്റ്റസിൻ്റെ കാലത്താണ് അല്ലേ? അഗസ്റ്റസിൻ്റെ കാലത്താണ് റോമൻ സംസ്കാരം ഉച്ചനില പ്രാപിച്ചത്. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം നോക്കിക്കേ. അവരൊക്കെയല്ലേ എന്നെ ഇങ്ങനെ ആക്കിയത്, എന്നിട്ടിപ്പോൾ വിഷമിക്കണത് എന്തിനാ? പുകമറയ്ക്കപ്പുറം എന്ന പാഠഭാഗത്ത് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. നോക്കിക്കേ. ഓപ്ഷൻ എ മനോജിൻ്റെ അമ്മ, ഓപ്ഷൻ ബി മനോജിൻ്റെ ഭാവി വധു, ഓപ്ഷൻ സി മനോജ്, ഓപ്ഷൻ ഡി മനോജിൻ്റെ ഡോക്ടർ. ആരായിരിക്കും ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ സി മനോജാണ് അല്ലേ? ഓപ്ഷൻ സി മനോജാണ്. അവരൊക്കെയല്ലേ എന്നെ ഇങ്ങനെ ആക്കിയത്, എന്നിട്ടിപ്പം വിഷമിക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞത് മനോജാണ്. ഓക്കെ, ഏതാണ്? പുകമറയ്ക്കപ്പുറം എന്ന പാഠഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. കർണപർവം എന്ന കഥയിലെ നായകനായ സെബാസ്റ്റ്യന് കാണികൾ നൽകിയ വിളിപ്പേരെന്ത്? ഓപ്ഷൻ എ കർണൻ, ഓപ്ഷൻ ബി ദ്രോണർ, ഓപ്ഷൻ സി ആചാര്യൻ, ഓപ്ഷൻ ഡി ശ്രീരാമൻ. ആരാണ്? ഏത് പേരിലാണ് കർണപർവം എന്ന കഥയിലെ നായകനായ സെബാസ്റ്റ്യൻ അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ എ കർണൻ അല്ലേ? ഓപ്ഷൻ എ കർണൻ എന്ന പേരിലാണ്, അല്ലെങ്കിൽ ആ ഒരു വിളിപ്പേരിലാണ് കർണപർവം എന്ന കഥയിലെ നായകനായ സെബാസ്റ്റ്യൻ അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ കാണികൾ നൽകിയ ഒരു പേരാണ് സെബാസ്റ്റ്യന്. ഏത്? കർണൻ എന്ന പേര്. ഓക്കെ, അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം നോക്കിക്കേ. കഥയുടെ മുന്നോട്ട് പോക്കിന് ആരുടെ പ്രവർത്തനങ്ങളാണ് അനിവാര്യമായിട്ടുള്ളത്? ഓപ്ഷൻ എ കഥാപാത്രങ്ങളുടെ, ഓപ്ഷൻ ബി കഥാകൃത്തിൻ്റെ, ഓപ്ഷൻ സി പ്രസാധകൻ്റെ, ഓപ്ഷൻ ഡി നിരൂപകൻ്റെ. ആരുടെ പ്രവർത്തനങ്ങളാണ് കഥയുടെ മുന്നോട്ട് പോക്കിന് ആവശ്യം? ആരുടെയാണ്? ഓപ്ഷൻ എ കഥാപാത്രങ്ങളുടെയാണ് അല്ലേ? കഥാപാത്രങ്ങളുടെ പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളാണ് കഥയുടെ മുന്നോട്ട് പോക്കിന് അനിവാര്യമായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. ഇന്നു ഞാൻ നാളെ നീ എന്ന കവിത രചിച്ചതാര്? ഇന്നു ഞാൻ നാളെ നീ എന്ന കവിത രചിച്ചതാര്? ഓപ്ഷൻ എ പി ഭാസ്കരൻ, ബി
ജി ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ സി വയലാർ, ഓപ്ഷൻ ഡി ONV കുറുപ്പ്. ആരുടെയാണ് ഇന്നും ഞാൻ നാളെ നീ എന്ന കവിത? ജി ശങ്കരക്കുറുപ്പിൻ്റെയാണ് അല്ലേ. ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കവിതയാണ് ഇന്നും ഞാൻ നാളെ നീ എന്ന് പറയുന്നത്. ഓക്കെ, 13ാമത്തെ ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം, എന്തു വന്നാലും കിണർ മൂടുകയില്ലെന്ന് ഉതുപ്പാൻ നിശ്ചയിച്ചത് എന്തുകൊണ്ട്? എന്താണ്? എന്തു വന്നാലും കിണർ മൂടുകയില്ലെന്ന് ഉതുപ്പാൻ നിശ്ചയിച്ചത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ, നാട്ടുകാർക്ക് കുടിവെള്ളത്തിന് മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ. ഓപ്ഷൻ ബി, പശുക്കൾക്ക് വെള്ളം കൊടുക്കേണ്ടതിനാൽ. ഓപ്ഷൻ സി, അത് അയാളുടെ ജീവിത സർവസ്വമായതുകൊണ്ട്. ഓപ്ഷൻ ഡി, മറ്റു കിണറുകളിൽ നിന്നും വെള്ളം ലഭിക്കാത്തതിനാൽ. ഏതായിരിക്കും ശരിയായ ഉത്തരം? എന്താ? ഓപ്ഷൻ സി, അത് അയാളുടെ ജീവിത സർവസ്വമായതുകൊണ്ട് അല്ലേ. അത് അയാളുടെ ജീവിത സർവസ്വമായതുകൊണ്ടാണ് എന്ത് വന്നാലും കിണർ മൂടുകയില്ലെന്ന് ഉതുപ്പാൻ നിശ്ചയിച്ചത്. ഇനി 14ാമത്തെ ചോദ്യമാണ്. 14ാമത്തെ ചോദ്യം നോക്കിക്കേ. സ്വാശ്രയം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥമെന്ത്? സ്വാശ്രയം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്ത്? സ്വന്തം ആശ്രയം. ബി ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് സ്വതന്ത്രമായ ആശ്രയം. ഓപ്ഷൻ സി, സ്വാതന്ത്ര്യത്തിൻ്റെ ആശ്രയം. ഓപ്ഷൻ ഡി, സ്വയം ആശ്രയിക്കുന്നത്. ഏതായിരിക്കും സ്വാശ്രയം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം? സ്വയം ആശ്രയിക്കുന്നതിനെയാണ് നമ്മൾ സ്വാശ്രയം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, സ്വയം ആശ്രയിക്കുന്നതിനെയാണ് സ്വാശ്രയം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനി അടുത്തത് നമുക്ക് 15ാമത്തെ ചോദ്യമാണ്. പുകമറയ്ക്കപ്പുറം കാണുന്നത് എന്ന ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയമെന്ത് എന്നാണ് ചോദ്യം. പുകമറയ്ക്കപ്പുറം കാണുന്നത് എന്ന ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഓപ്ഷൻ എ, ചികിത്സാനുഭവം. ഓപ്ഷൻ ബി, യാത്രാവിവരണം. ഓപ്ഷൻ സി, വായനാക്കുറിപ്പ്. ഓപ്ഷൻ ഡി, ഗവേഷണ പഠനം. ഏതാണ്? ഓപ്ഷൻ എ, ചികിത്സ അനുഭവമാണ് അല്ലേ. പുകമറയ്ക്കപ്പുറം കാണുന്നത് എന്ന ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ചികിത്സ അനുഭവമാണ്. ഇനി 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അനുമാനം പദത്തിൻ്റെ ശരിയായ അർത്ഥം ഏത്? എന്താണ്? അനുമാനം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം ഏത് എന്നാണ് ചോദ്യം. നോക്കിക്കേ. ഓപ്ഷൻ എ, അപമാനം. ഓപ്ഷൻ ബി, ആകമാനം. ഓപ്ഷൻ സി, ബഹുമാനം. ഓപ്ഷൻ ഡി, ഊഹം. ഏതായിരിക്കും ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി, ഊഹമാണ് കേട്ടോ. അനുമാനം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം ഊഹം എന്നാണ്. അനുമാനം, ഊഹം. ഇനി 17ാമത്തെ ചോദ്യം. കർണപർവം എന്ന കഥയിൽ പരാമർശിക്കുന്ന നാടക സംഘത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ, നാടകക്ഷേത്ര. ഓപ്ഷൻ ബി, കലാസമിതി. ഓപ്ഷൻ സി, നാടകവേദി. ഓപ്ഷൻ ഡി, കലാക്ഷേത്ര. ഏതായിരിക്കും ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണ് അല്ലേ. കലാക്ഷേത്രയാണ് കർണപർവ എന്ന കഥയിൽ പരാമർശിക്കുന്ന നാടക സംഘത്തിൻ്റെ പേരെന്ന് പറയുന്നത്. ഇനി 18ാമത്തെ ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം നോക്കിക്കേ. ഉള്ളൂരിൻ്റെ മഹാകാവ്യമേത്? ഉള്ളൂരിൻ്റെ മഹാകാവ്യമേത്? ഓപ്ഷൻ എ, ഉമാകേരളം. ഓപ്ഷൻ ബി, ചിത്രയോഗം. ഓപ്ഷൻ സി, പിങ്കള. ഓപ്ഷൻ ഡി, രാമചന്ദ്രവിലാസം. ഏതാണ് ശരിയായ ഉത്തരം? ഉള്ളൂരിൻ്റെ മഹാകാവ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഉമാകേരളമാണ് കേട്ടോ. ഉമാകേരളമാണ് ഉള്ളൂരിൻ്റെ മഹാകാവ്യം. ഓക്കെ, അടുത്തത് 19ാമത്തെ ചോദ്യമാണ്. കാലനില്ലാത്തതുകൊണ്ട് കുലസ്ത്രീകൾക്ക് സംഭവിച്ചതെന്ത്? കാലനില്ലാത്തതുകൊണ്ട് കുലസ്ത്രീകൾക്ക് സംഭവിച്ചതെന്ത്? ഓപ്ഷൻ എ, മരണഭയം. ഓപ്ഷൻ ബി, രോഗഭീതി. ഓപ്ഷൻ സി, പാതിവൃത്യനാശം. ഓപ്ഷൻ ഡി, അന്യദേശവാസം. ഏതാണ്? ഓപ്ഷൻ സി, പാതിവൃത്യനാശമാണ് ശരിയായ ഉത്തരം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20, അതായത് 20ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആഭ്യന്തര വിപ്ലവം തുടങ്ങിക്കഴിഞ്ഞു, ഇനി രക്ഷയില്ല. ശ്രീ ഭഗവതി എന്ന കഥയിൽ ആഭ്യന്തര വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, കുടുംബകലഹം. ഓപ്ഷൻ ബി, മകളുമായുള്ള ശണ്ഠ. ഓപ്ഷൻ സി, നാട്ടുകാരുമായുള്ള വഴക്ക്. ഓപ്ഷൻ ഡി, ബന്ധുക്കളുമായുള്ള തർക്കം. എന്തായിരിക്കും? ആഭ്യന്തര വിപ്ലവം തുടങ്ങിക്കഴിഞ്ഞു,
കഴിഞ്ഞു, ഇനി രക്ഷയില്ല. ശ്രീ ഭഗവതി എന്ന കഥയിൽ ആഭ്യന്തര വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കുടുംബകലഹത്തിനെയാണ് കേട്ടോ. കുടുംബകലഹത്തിനെയാണ് ആഭ്യന്തര വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇനി 21ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 21ാമത്തെ ചോദ്യം, മിന്നുമുടുക്കളിൽ ദൃശ്യമാണിപ്പോഴും. ഉടുക്കളിൽ ദൃശ്യമാകുന്നത് എന്ത്? എന്താണ്? മിന്നുമുടുക്കളിൽ ദൃശ്യമാണിപ്പോഴും ഉടുക്കളിൽ ദൃശ്യമാകുന്നത് എന്ത്? ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ തിളക്കം, ഓപ്ഷൻ ബി ശാന്തത, ഓപ്ഷൻ സി പ്രകാശം, ഓപ്ഷൻ ഡി നടുക്കം. ഏതായിരിക്കും ശരി? ഓപ്ഷൻ ഡി നടുക്കമാണ് കേട്ടോ. മിന്നുമുടുക്കുകളിൽ ദൃശ്യമാണിപ്പോഴും. എന്താണ് ദൃശ്യമാകുന്നത്? നടുക്കമാണ് ദൃശ്യമാകുന്നത്. ഇനി 22ാമത്തെ ചോദ്യമാണ്. 22ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വാദ്യാർ കഥകളുടെ കർത്താവ് എന്ന് വിശേഷിപ്പിക്കുന്ന സാഹിത്യകാരൻ ആരാണ്? എന്താണ്? വാദ്യാർ കഥകളുടെ കർത്താവ് എന്ന് വിശേഷിപ്പിക്കുന്ന സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ എ വൈക്കം മുഹമ്മദ് ബഷീർ, ഓപ്ഷൻ ബി കോവിലൻ, ഓപ്ഷൻ സി കാരൂർ നീലകണ്ഠപിള്ള, ഓപ്ഷൻ ഡി പൊൻകുന്നം വർക്കി. ആരാണ് വാദ്യാർ കഥകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി കാരൂർ നീലകണ്ഠപിള്ളയാണ് കേട്ടോ. കാരൂർ നീലകണ്ഠപിള്ളയാണ് വാദ്യാർ കഥകളുടെ കർത്താവെന്ന് അല്ലെങ്കിൽ വാദ്യാർ കഥകളുടെ കർത്താവെന്ന് അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഇനി 23ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 23ാമത്തെ ചോദ്യപ്രകാരമാണ്, തൻ്റെ മുടി മുറിക്കാൻ വെള്ളക്കാരനായ ക്ഷുരകൻ വിസമ്മതിച്ചതിനെ ഗാന്ധിജി സാദൃശ്യപ്പെടുത്തുന്നത് എന്തിനോടാണ്? ഓപ്ഷൻ എ സ്വന്തം നാട്ടിൽ ക്ഷൗരം ചെയ്യാൻ ക്ഷുരകന്മാരെ അനുവദിക്കാതിരുന്നതിനോട്, ഓപ്ഷൻ ബി സ്വാശ്രയത്വം ശീലിക്കുന്നതിനോട്, ഓപ്ഷൻ സി വെള്ളക്കാരുടെ നാട്ടിലെ ചില തിന്മകളോട്, ഓപ്ഷൻ ഡി സ്വയം മുടിവെട്ടുന്ന നാട്ടിലെ സുഹൃത്തുക്കളോട്. എന്തായിരിക്കും ശരിയായ ഉത്തരം? 23 ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അതായത് സ്വന്തം നാട്ടിൽ ക്ഷൗരം ചെയ്യാൻ ക്ഷുരകന്മാരെ അനുവദിക്കാതിരുന്നതിനോടാണ് തൻ്റെ മുടി മുറിക്കാൻ വെള്ളക്കാരനായ ക്ഷുരകൻ വിസമ്മതിച്ചതിനെ ഗാന്ധിജി സാദൃശ്യപ്പെടുത്തുന്നത്. ഇനി 24ാമത്തെ ചോദ്യമാണ്. 24ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം.